സംഗീതം ഇതാ ഉയർന്നു കഴിഞ്ഞു. गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि സ്വാഗതം ചെയ്യുന്നു.
Incredible collection of the hammers. കൊട്ടി
അതിന് നീ ഏതാ? ഇത് ഞാനാടാ പ്രണവ് പിപി. ആ, നീയായിരുന്നാ? നീ ആളാകെ മാറിപ്പോയല്ലോടാ. പൊടി മീശയൊക്കെ ഒന്നല്ല. അത് മീശയല്ലടാ, ഇന്നലെ അപ്പം വാങ്ങിച്ചിട്ടുണ്ടെന്ന കറുത്ത മാസ്കിന്റെ കളർ ഇളകിയതാ. പിന്നല്ലേ 10 രൂപയ്ക്ക് 3, പിന്നെ ഒന്നുകൂടെ പേശി പിടിച്ചാൽ 4 പോരും. നീ എന്താണ് താമസിച്ചത്? 2 കൊല്ലം കഴിഞ്ഞ് സ്കൂൾ തുറക്കുക. ഇന്നെങ്കിലും നിനക്ക് നേരത്തിനും കാര്യത്തിലും വന്നോടെ. എനിക്ക് വഴിതെറ്റിപ്പോയടി. പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടങ്ങ് പോന്നു. അതിരിക്കട്ടെ, നിന്റെ പേരെന്തായിരുന്നു? ഞാനങ്ങ് മറന്നുപോയടി. ദേവനന്ദ ആയിരുന്നു നല്ലത്. അതാവുമ്പോ വല്ല അച്ചപ്പവും കുഴലപ്പവും വല്ലതും കഴിച്ചിരിക്കായിരുന്നു. നിനക്ക് ഒറ്റ വിചാരമേ ഉള്ളോ? നിനക്കത് പറയാം. കണക്ക് സാറിന്റെ ക്ലാസ്സിലിരുന്ന് മടക്ക് സാധനം നിന്നതിന്റെ ത്രില്ല് അതൊന്നും വേറെയാ. സൈലൻസ്. എല്ലാരും ഓഡിയോ മ്യൂട്ട് ചെയ്യൂ. ടീച്ചർ, അതിനിത് ഓൺലൈൻ ക്ലാസ് അല്ല. അതെനിക്കറിയാം. നിന്റെയൊക്കെ വായടച്ചു വെക്കാനാ ഞാൻ പറഞ്ഞത്. ഇന്ന് ഇംഗ്ലീഷ് പോയി പഠിക്കാനേ ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു. ആ, ഓക്കെ വരുൺ, ഞാൻ ഓർക്കുന്നുണ്ട്. മിടുക്കൻ. കൊറോണ അന്ന് നിറകന്തരെ അടിച്ചിട്ട് ഈ പൾപ്പിസ്റ്റ് മണ്ണയുടെ സ്വഭാവം മാറുന്നില്ലല്ലോ എന്റെ ദൈവമേ. വെറുതെ ബാക്കിയുള്ളവനെ തല്ലുകൊള്ളിക്കാൻ. നീ പോയം പഠിച്ചിട്ടുണ്ടോ? ടീച്ചർ ചോദിച്ചാ എന്തോ പറയും? എന്റെ ബാഗിൽ ഉപ്പിലിട്ട നെല്ലിക്കുണ്ട്. അതും വായിലിട്ടുകൊണ്ട് ദയനീയ ഭാവത്തിൽ ഒറ്റ ഇരിപ്പങ്ങിരിക്കണം. കണ്ടാ ടീച്ചർക്ക് പോലും കരച്ചിൽ വരണം. അച്ഛാതി എക്സ്പ്രഷൻ ആയിരിക്കണം. ആ, എല്ലാരും പോയം പഠിച്ചിട്ടുണ്ടല്ലോ. അഭിനവ്, ആദ്യം ആ പോയം ഒന്ന് ചൊല്ലൂ. എന്താ അഭിനവ് ചോദിച്ചത് കേട്ടില്ലേ? എനിക്ക് റേഞ്ച് ഇല്ല ടീച്ചർ. ഇപ്പൊ നിനക്ക് റേഞ്ച് കിട്ടുന്നുണ്ടോടാ? ഉണ്ടോടാ? ഇപ്പൊ കുറേശ്ശെ കിട്ടുന്നുണ്ട് ടീച്ചർ. ഓരോരോ ഉഡായ്പ കൊണ്ട് വന്നോളും. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും എന്ത് ചോദിച്ചാലും വായം പൊളിച്ചങ്ങ് ഇരുന്നോണം. ടീച്ചർ ഇങ്ങനെ ലോക്ക്ഡൌൺ ആയ പിന്നെ ഓൺലൈൻ ക്ലാസ് ആക്കുവോ? ഇനി ഓൺലൈൻ ക്ലാസ് ആക്കിയ പഠിപ്പിക്കാൻ വേറെ ടീച്ചറെ നോക്കിക്കോണം. നീയൊക്കെ കാണുന്ന എന്റെ 3 ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയത്. അത് ടീച്ചറെ ക്ലാസ് റൂം ആണെന്ന് കരുതിട്ട് ഡസ്റ്റർ എടുത്ത് ഫോണിൽ എറിഞ്ഞിട്ടല്ലേ? അത് ഞങ്ങളുടെ കുറ്റാണോ? അതൊക്കെ പോട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിലാക്സ്ഡ് ആവാം. അത് വേണോ ടീച്ചറെ? നമുക്ക് നേരിട്ട് ക്ലാസ് തുടങ്ങിയാ പോരെ? നിനക്ക് പഠിക്കാൻ അത്ര മുട്ടുന്നെങ്കിൽ വല്ല പറമ്പിൽ പോയേരിയടാ. ടീച്ചർ, എനിക്ക് റിലാക്സ് ആവണം ടീച്ചർ. ഓക്കെ, നിങ്ങൾ പഠിച്ച് വലുതാവുമ്പോൾ ആരാവണമെന്നാണ് ആഗ്രഹം? എനിക്ക് ഡോക്ടർ. പല്ല ഡോക്ടർ ആവും. അതാവുമ്പോ ഫുൾ ടൈം വായുമ്പോൾ ചിരിക്കാലോ. ടീച്ചർ, എനിക്ക് പൈലറ്റ് ആവണം. നീ പൈലറ്റ് ആവുമ്പോ നമ്മളെ വീട്ടിൽ റബ്ബറിന് തിരിച്ചടിക്കാൻ വരുവോളിയാ? വെറുതെ വേണ്ടളിയാ, ചായ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ തരാം. ഹേ മാൻ, ഞാൻ ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്. അതിന് ഫ്ലൈറ്റ് ഓട്ടിക്കല്ലോ, പറപ്പിക്കല്ലേ? അതുപോലും അറിയത്തില്ല മണ്ണ. ആ മതി, എല്ലാരും നിർത്തിക്കേ. കുട്ടികളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ശുചിത്വം. അവൻ വന്നിട്ടില്ല ടീച്ചറെ. ആര്? ശുചിത്വം, വൃത്തി. നിർത്തിയാ? വാടാ പോവാൻ ടീച്ചർ നിർത്തിയെന്ന്. ഓ, ഈ വൃത്തികെട്ടവന്മാരോട് വൃത്തിയെ പറ്റി പറയാമെന്ന് എന്നെ വേണം തല്ലാൻ. ഇരിയടാ അവിടെ. കുട്ടികളെ, ഇത് കോവിഡ് കാലമാണ്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പരാതിരിക്കാൻ നമ്മൾ ചില മുൻകരുതലുകൾ എടുക്കണം. ഇത് നമ്മൾ ഫോൺ വിളിക്കുമ്പോ കേൾക്കുന്ന ഡയലോഗ് അല്ലേ? ഇത് പറയാൻ വേണ്ടിയാണോ ടീച്ചർ ക്ലാസ്സിൽ വന്നത്? ഇത് പറയാനായിരുന്നെങ്കിൽ ടീച്ചറിനെ ഫോൺ വിളിച്ച് പറഞ്ഞാ പോരായിരുന്നോ? ഹലോ മാഡം, പൊടിക്കൊന്ന് അടങ്ങണം. 2 കൊല്ലം വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് നീക്ക് വലിയ ആളുകളായി പോയോ? ടീച്ചറേ വേണ്ട കേട്ടോ. ഒരു മാധ്യമ പ്രവർത്തകയോടൊക്കെ സംസാരിക്കുമ്പോ ഇച്ചിരി കൂടെ മര്യാദയാവാം. മാധ്യമ പ്രവർത്തകയോ? ഈ പൊടിക്കുപ്പിയോ? അതെ, സ്വന്തമായി ചാനലുള്ള ഒരു മാധ്യമ പ്രവർത്തക. ഏത് ചാനൽ? കുണുക്കിട്ടാട്ടി വ്ലോഗ്സ് യൂട്യൂബ് ചാനലാണ്. ആഹാ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 3. ഇവളും ഇവിടെ അപ്പനും അപ്പന്റെ പെങ്ങളും സുഭദ്രയും. ഇപ്പൊ അതൊരു ട്രസ്റ്റ് ആണ്. ഇരിക്കടേ അവിടെ. അവളും അവളുടെ ഒരു കുണിക്കിട്ടാട്ടിയും. ഞാൻ പറഞ്ഞു വന്നത് കൊറോണയൊക്കെയാണ്. എല്ലാരും ശുചിത്വം പാലിച്ചില്ലെങ്കിൽ വീണ്ടും സ്കൂൾ അടച്ചുപൂട്ടേണ്ടി വരും. പ്രൈവറ്റ് സ്കൂൾ ആയോണ്ട് എന്റെ പണിയും പോകും. അതുകൊണ്ട് എന്റെ പൊന്നു മക്കള് ടീച്ചർ പറയുന്ന പോലെ കേൾക്കണം. യെസ് ടീച്ചർ. ടീച്ചർ പറയുന്നത് ആരും കേട്ടില്ലെങ്കിലും ഈ അഭിനവ് കേസ് കേൾക്കും ടീച്ചർ. ഞാനുണ്ട് ടീച്ചറിന്റെ കൂടെ. ഹോ, എന്റെ പൊന്നു മോനെ, നീ പഠിക്കാൻ മണ്ടനാണെങ്കിലും ടീച്ചറിനോട് ഇത്രയും സ്നേഹം ഉണ്ടെന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എല്ലാരും ഇവനെ കണ്ടു പഠിക്കണം. ടീച്ചറെ, ഈ അഭിനവ് കേസ് എന്റെ മാസ്ക് എടുത്തു. അവ വെച്ചേക്കണത് എന്റെ മാസ്കാ. ഓ, എന്റെ പൊന്ന് അഭിനവ് കേസി, നീ ഇത്രയ്ക്ക് മണ്ടനാണോ? അവൾ ഉപയോഗിച്ച മാസ്ക് നീ ഉപയോഗിക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലേ? ടീച്ചറെ അങ്ങനൊന്നും എന്നെ കൊച്ചാക്കല്ലേ. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല ഈ അഭിനവ് കേസി. ഇത് അവൾ ഉപയോഗിച്ച മാസ്ക് ഒന്നും അല്ല. പിന്നെ ഇതെനിക്ക് റോഡിൽ കിടന്ന് കിട്ടിയതാ.